Good morning, students. നമുക്കിനിയും ഈ ടേമിൽ കുറച്ച് പോർഷനും കൂടെ തീരാനുണ്ട്. അപ്പോൾ മിസ് അത് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് എടുക്കുകയാണ്. കാരണം മിസ് ഈ മാസം കൂടെ ഉള്ളൂ, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, സോർട്ടിംഗ് ഡേറ്റ. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മുടെ ഏതായിരുന്നു? സോർട്ടിംഗ് ഡേറ്റ. വാട്ട് യു മീൻ ബൈ സോർട്ടിംഗ്? എന്താണ് സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് മീൻസ് ദാറ്റ് ടു അറേഞ്ച് ദ ഡേറ്റ ഇൻ ഐദർ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ. നമുക്ക് തരുന്ന ഡേറ്റയെ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അതിനെയാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സെലക്ട് ദ കോളംസ് ദെൻ ക്ലിക്ക് ഓൺ സോർട്ട് ബട്ടൺ. ആദ്യം എന്ത് ചെയ്യണം? കോളം സെലക്ട് ചെയ്യണം. കോളം സെലക്ട് ചെയ്തതിന് ശേഷം സോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദ ഡേറ്റ വിൽ ബി ഡിസ്പ്ലേഡ് അക്കോർഡിംഗ്ലി. അപ്പോൾ എന്ത് ചെയ്യും? ഡേറ്റ തന്നിരിക്കുന്നതിനനുസരിച്ച് എന്താവും? നമുക്ക് അസെൻഡിങ് ആണെങ്കിൽ അസെൻഡിങ്, ഡിസെൻഡിങ് ആണെങ്കിൽ ഡിസെൻഡിങ്, ഏത് രീതിയിലാണോ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ഡേറ്റ സോർട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പം സോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു അറേഞ്ച് ദ ഡേറ്റ ഇൻ ഐദർ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മുടെ ഡേറ്റയെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡേറ്റ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ടേബിളിൽ 2, 3, 4 കോളംസ് ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒരു പർട്ടിക്കുലർ കോളമാണ് നമുക്ക് ഡേറ്റ സോർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ആ കോളം സെലക്ട് ചെയ്യുക. അതിനുശേഷം സോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ അപ്പോൾ എന്താ സംഭവിക്കുക? സോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതനുസരിച്ച് അത് സോർട്ടാവും. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഫിഗർ 27ഉം ഫിഗർ 28ഉം കണ്ടോ? എംപ്ലോയി നെയിം സോർട്ട് ചെയ്തേക്കാണ് അല്ലേ? എംപ്ലോയീസിൻ്റെ നെയിം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? എംപ്ലോയി ഐ ഡി ഉണ്ട്, എംപ്ലോയി നെയിം ഉണ്ട്, ഡെസിഗ്നേഷൻ ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എംപ്ലോയി നെയിം ആയിരുന്നു സോർട്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് എംപ്ലോയി നെയിം എന്നുള്ള കോളം നമ്മൾ ഫിഗർ 27ൽ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം സോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. സോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അത് എന്തായിട്ട് മാറി? അസെൻഡിങ് ഓർഡറിലായിട്ട് അത് മാറി. ഓക്കെ, ദെൻ അതിൻ്റെ ഫിഗറാണ് ഫിഗർ 28. അതായത് ബിഫോർ സോർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് ഫിഗർ 27ഉം ആഫ്റ്റർ സോർട്ട് ചെയ്തതിന് ശേഷമുള്ളത് എന്താണ്? ഫിഗർ 28. ഇനി സോർട്ട് ബട്ടൺ എന്താണെന്ന് ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് ഫിഗർ 27 ഒന്ന് നോക്കിക്കേ. ഫിഗർ 27ൻ്റെ ഏറ്റവും ലാസ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് കണ്ടോ? A-Z, A-Z, Z-A കണ്ടോ? A-Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ A മുതൽ Z വരെ ആ ഒരു പ്രോപ്പർ മാനറിൽ ആണ് വരേണ്ടതെങ്കിൽ ആ സോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതല്ല Z-A തല തിരിഞ്ഞാണ് വരേണ്ടതെങ്കിൽ ഇപ്പുറത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ അസെൻഡിങ് ഓർഡർ ആയിരുന്നു കൊടുത്തത്, അതായത് A-Z എന്നുള്ള ഫോമാറ്റിലാണ്. അതായത് ആ ഓർഡർ ആൽഫബറ്റിക് ഓർഡറിൽ നെയിം, എംപ്ലോയീസിൻ്റെ നെയിം ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. സോ നമ്മൾ A-Z താഴോട്ടുള്ള ഡൗൺ ആരോ നമ്മൾ അങ്ങനത്തെ ആ സോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതനുസരിച്ച് ഫിഗർ 28ൽ എന്ത് സംഭവിച്ചു? ജോൺ, മയാൻ, റിയ അങ്ങനെ ആൽഫബറ്റിക് ഓർഡറിൽ എംപ്ലോയി നെയിം ചേഞ്ചായി. ഓക്കെ, അതാണ് സോർട്ടിങ്. ദെൻ അടുത്ത എന്താ നോക്കിയേ? റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. എന്താണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി? നോക്കിക്കേ, റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ആക്യുറസി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ഡേറ്റ ഇൻ എ റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻഷിപ്പിൽ അതിൻ്റെ ഡേറ്റയുടെ കൺസിസ്റ്റൻസിയും ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. In base, data can be linked between two or more tables with the help of primary key and foreign key constraints. നമുക്കറിയാം ഇൻ ബേസ് എന്ന് വെച്ചാൽ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ഒന്നോ അതിൽ കൂടുതലോ ടേബിൾസിൻ്റെ ഡേറ്റയെ ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്രൈമറി കീ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഫോറിൻ കീ യൂസ് ചെയ്യും അല്ലേ? ഫോറിൻ കീ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു റിലേഷൻഷിപ്പ്, ഇതും അതും തമ്മിലൊരു റിലേഷൻഷിപ്പ്. പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് പ്രൈമറി കീ. ഓക്കെ, അപ്പോൾ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വിച്ച് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ആക്യുറസി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ഡേറ്റ ഇൻ എ റിലേഷൻഷിപ്പ്. ഒരു റിലേഷൻഷിപ്പിലെ ഡേറ്റയുടെ ആക്യുറസിയും കൺസിസ്റ്റൻസിയും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയാൽ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി ഹെൽപ്സ് ടു അവോയ്ഡ്. റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കി. ഫസ്റ്റ് വൺ,
Adding records to a related table if there is no associated record available in the primary key table. അതായത് നമ്മൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു ഒരു ടേബിളിലേക്ക് പുതിയൊരു ഡേറ്റ അല്ലെങ്കിൽ റെക്കോർഡ് നമുക്ക് ആഡ് ചെയ്യണം. ഇഫ് ദർ ഇസ് നോ അസോസിയേറ്റഡ് റെക്കോർഡ് അവൈലബിൾ ഇൻ ദ പ്രൈമറി കീ ടേബിൾ. പക്ഷേ പ്രൈമറി കീ ടേബിളിൽ നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡുകളൊന്നും അവൈലബിൾ അല്ല. പക്ഷേ നമുക്ക് ആ റിലേറ്റഡ് ടേബിളിൽ ഒരു റെക്കോർഡും കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്താണ്? Adding records to a related table if there is no associated record available in the primary key table helps to avoid ആണ് പറയുന്നത് കേട്ടോ. Then second point എന്താ പറയുന്നത്? Changing values in a primary if any dependent records are present in associated tables. എന്താണ്? If any dependent records are present in associated tables. അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിൽ ഏതെങ്കിലും ഡിപ്പെൻഡൻറ്റ് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്തില്ല? ചേഞ്ചിങ് വാല്യൂസ് ഇൻ എ പ്രൈമറിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാം. ദെൻ അടുത്ത എന്താ? ഡിലീറ്റിംഗ് റെക്കോർഡ്സ് ഫ്രം എ പ്രൈമറി കീ ടേബിൾ ഇഫ് ദർ ആർ എനി മാച്ചിങ് റിലേറ്റഡ് റെക്കോർഡ്സ് അവൈലബിൾ ഇൻ അസോസിയേറ്റഡ് ടേബിൾസ്. ഡിലീറ്റിംഗ് റെക്കോർഡ്സ് ഫ്രം എ പ്രൈമറി കീ ടേബിൾ. പ്രൈമറി കീ ടേബിളിൽ നിന്ന് റെക്കോർഡ്സ് ഡിലീറ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയാണ്? എപ്പോഴാണ്? ഇഫ് ദർ ആർ എനി മാച്ചിങ് റിലേറ്റഡ് റെക്കോർഡ്സ് അവൈലബിൾ ഇൻ അസോസിയേറ്റഡ് ടേബിളിൽ ഏതെങ്കിലും ഒരു മാച്ചിങ് റിലേറ്റഡ് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ പ്രൈമറി കീയിൽ നിന്നും റെക്കോർഡ്സ് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം 3 കാര്യങ്ങളായിരുന്നു പഠിച്ചത്. ഒന്ന്, ആഡിങ് റെക്കോർഡ്സ് ടു എ റിലേറ്റഡ് ടേബിൾ ഇഫ് ദർ ഇസ് നോ അസോസിയേറ്റഡ് റെക്കോർഡ് അവൈലബിൾ ഇൻ ദ പ്രൈമറി കീ ടേബിൾ. സെക്കൻഡ്, ചേഞ്ചിങ് വാല്യൂസ് ഇൻ എ പ്രൈമറി if any dependent records are present in associated table. Third one, deleting records from a primary key table if there are any matching related records available in associated tables. Then അടുത്ത പോയിന്റ് നോക്കി, creating and editing relationship between tables. ടേബിൾസിൻ്റെ റിലേഷൻസിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കി. എ റിലേഷൻഷിപ്പ് റെഫേഴ്സ് ടു ആൻ അസോസിയേഷൻ ഓർ കണക്ഷൻസ് ബിറ്റ്വീൻ 2 or more tables. വെൻ യു റിലേറ്റ് 2 tables യു ഡോണ്ട് നീഡ് ടു എൻ്റർ ദ സെയിം ഡേറ്റ ഇൻ സെപ്പറേറ്റ് ടേബിൾസ്. അതായത് ക്രിയേറ്റിംഗ് എഡിറ്റിംഗ് റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ടേബിളിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? 2 അതിൽ കൂടുതലോ ടേബിൾസ് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവ തമ്മിൽ കണക്റ്റഡ് ആണ് എങ്കിൽ എന്താണ്? വെൻ യു റിലേറ്റ് 2 tables you don't need to enter the same data in separate table. ഈ വീണ്ടും നമ്മൾ ടേബിൾ റിലേറ്റ് ചെയ്യുമ്പോൾ ഈ സെയിം ഡേറ്റയെ സെപ്പറേറ്റ് ടേബിളായിട്ട് വീണ്ടും എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല, അല്ലേ? ഓൾറെഡി 2 ടേബിളും തമ്മിൽ കണക്റ്റഡ് ആണ്. പിന്നെ എന്താണ്? ഇത് തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഡേറ്റയെ വീണ്ടും ഒരു സെപ്പറേറ്റ് ടേബിൾ ആക്കേണ്ട ആവശ്യം ഇല്ല. ദെൻ അടുത്ത് നോക്കിയേ, റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ടേബിൾസ് ഹെൽപ്സ് ടു നോക്കിക്കേ സേവ് ടൈം ആസ് ദർ ഇസ് നോ നീഡ് ടു എൻ്റർ ദ സെയിം ഡേറ്റ ഇൻ സെപ്പറേറ്റ് ടേബിൾ. അതായത് 2 ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ഹെൽപ്ഫുൾ ആണ് നമുക്കുള്ളതെന്ന്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? സേവ് ടൈം. ദർ ഇസ് നോ നീഡ് ടു എൻ്റർ ദ സെയിം ഡേറ്റ ഇൻ സെപ്പറേറ്റ് ടേബിൾ, അല്ലേ? സമയം നമുക്ക് ലാഭിക്കാം. കാരണം എന്താ? സെയിം ഡേറ്റ തന്നെ ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ് ടേബിൾ ആക്കേണ്ട കാര്യം ഇല്ല. ദെൻ റെഡ്യൂസ് ഡേറ്റ എൻട്രി എറേഴ്സ്. എൻട്രി ചെയ്യുന്ന സമയത്തെ ഡേറ്റാസ് എറേഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അത് കുറയ്ക്കാം, അല്ലേ? നമ്മൾ ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത ടേബിൾ വേറെ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടേബിളുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവ തമ്മിൽ ഓൾറെഡി കണക്റ്റഡ് ആയി, അല്ലേ? പിന്നെയും ആ സെയിം ഡേറ്റയ്ക്ക് ഒരു സെപ്പറേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. പിന്നെ പുതിയതായിട്ട് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് മേ ബി ഡേറ്റ എൻട്രി എറേഴ്സ് സംഭവിക്കും. അപ്പോൾ അങ്ങനെ പുതിയതായിട്ട് എൻട്രി ചെയ്യേണ്ടെങ്കിൽ ആ എറേഴ്സും അവിടെ കുറഞ്ഞില്ലേ? പിന്നെന്താ? സമ്മറൈസ് ഡേറ്റ ഫ്രം റിലേറ്റഡ് ടേബിളിൽ നിന്ന് ഡേറ്റ നമുക്ക് സമ്മറൈസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ 3 പോയിന്റ് ആണുള്ളത്. ഒന്ന്, സേവ് ടൈം, ദെൻ റെഡ്യൂസ് ഡേറ്റ എൻട്രി എറേഴ്സ്, ദെൻ സമ്മറൈസ് ഡേറ്റ ഫ്രം റിലേറ്റഡ് ടേബിൾസ്. ദെൻ അടുത്ത പറഞ്ഞു നോക്കിയും, യു ക്യാൻ ക്രിയേറ്റ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനി 2 tables ബൈ സെലക്ടിങ് റിലേഷൻഷിപ്സ് ഓപ്ഷൻസ് ഫ്രം ദ ടൂൾസ് മെനു. അതായത് 2 അതിൽ കൂടുതലോ ടേബിൾസിന് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന സമയത്ത് റിലേഷൻഷിപ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് ടൈപ്പ് റിലേഷനിലാണ് ആ ടേബിൾസ് നമുക്ക് റിലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ടൂൾസ് മെനുവിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ,
ടൂൾസ് മെനുവിൻ്റെ അണ്ടറിൽ ഫസ്റ്റ് ഓപ്ഷൻ കണ്ടോ, ഫിഗർ 29 എടുത്തേ. എല്ലാവരും PDF എടുത്തിട്ട് വേണം പഠിക്കാൻ കേട്ടോ, എങ്കിലേ മിസ്സ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ടൂൾസ് എടുത്തേ. ടൂൾസിൻ്റെ അകത്ത് ഫസ്റ്റ് ഓപ്ഷനാണ് റിലേഷൻഷിപ്സ്. എന്താണ്? റിലേഷൻഷിപ്സ്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ടേബിൾസ് റിലേറ്റ് ചെയ്യുന്നത് ഏത് റിലേഷനിലാണ് അവർ റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഏത് ഓപ്ഷൻ്റെ അണ്ടറിലാണ്? ടൂൾസ്. ടൂൾസ് ഓപ്ഷൻ്റെ അണ്ടറിൽ റിലേഷൻഷിപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, ഫിഗർ 29. ഓക്കെ, ദെൻ അതിനുശേഷം ആഡ് ദ ടേബിൾസ് ഇൻ എമംഗ്സ്റ്റ് വിച്ച് യു വാണ്ട് ടു ക്രിയേറ്റ് ദ റിലേഷൻഷിപ്പ്. സെലക്ട് ദ ടേബിൾസ് ആൻഡ് ക്ലിക്ക് ഓൺ ആഡ് ടേബിൾ. ഇപ്പോൾ റിലേഷൻഷിപ്സ് നമ്മൾ കൊടുത്തു കഴിയുമ്പം ടേബിൾസ് ആഡ് ചെയ്യാനുള്ള ഫിഗർ 30 പോലെയുള്ള ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. കണ്ടോ, ഇപ്പോൾ ഇവിടെ രണ്ട് ടേബിൾസ് ഉണ്ട്. എംപ്ലോയി EMP എന്ന് പറഞ്ഞൊരു ടേബിളുണ്ട്, DEPT എന്ന് പറഞ്ഞൊരു ടേബിളുണ്ട് അല്ലേ. അപ്പോൾ ടേബിൾസ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള ടേബിൾസ് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ ടേബിൾസ് റിലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേബിൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ടേബിൾ സെലക്ട് ചെയ്യുക, ദെൻ റൈറ്റ് സൈഡിൽ ആഡ് ബട്ടൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ടേബിൾ അതിലേക്ക് ആഡഡ് ആയി. ദർ ആർ 3 ടൈപ്സ് ഓഫ് റിലേഷൻസ് വിച്ച് ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ ടേബിൾസ്. ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 3 ടൈപ്പ് ഓഫ് റിലേഷൻസ് ആണ് ഉള്ളത്. അതായത് രണ്ട് ടേബിൾസൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ റിലേഷൻഷിപ്സ് നമ്മൾ പഠിച്ചു. റിലേഷൻഷിപ്സ് എടുക്കുന്നത് എവിടെ നിന്നാണ്? ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്നും റിലേഷൻഷിപ്സ് എടുക്കാം. ദെൻ അതിനുശേഷം ഫിഗർ 30 കണ്ടതുപോലെ നമുക്കൊരു ടേബിൾ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അതിൽ നിന്ന് പ്രോപ്പർ ടേബിൾ സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആഡഡ് ആവും. ഇനി നെക്സ്റ്റ് വൺ, ഹൗ മെനി ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്സ്. എത്ര ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്സ് ഉണ്ടെന്ന്? 3 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സ് ആണുള്ളത്. ടു ക്രിയേറ്റഡ് ഇൻ ടേബിൾസ്. ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 3 ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്സ് ഉണ്ട്. First one to one relation. Second one to many or many to one. എന്താണ്? one to one relation. സെക്കൻഡ് വൺ ടു മെനി ഓർ മെനി ടു വൺ. തേർഡ് വൺ മെനി ടു മെനി. അങ്ങനെ 3 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സ് ആണുള്ളത്. ഓരോ റിലേഷൻഷിപ്സും എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ദർ ആർ 2 വേസ് ടു ക്രിയേറ്റ് ദ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ദ ടേബിൾസ്. ടേബിൾസിൽ റിലേഷൻഷിപ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 2 രീതിയാണുള്ളത്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ടേബിൾസിൽ റിലേഷൻഷിപ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് നോക്കുക. ആദ്യം നോക്കിയേ, ക്ലിക്ക് ഓൺ ഇൻസേർട്ട് ഓപ്ഷൻ ആൻഡ് സെലക്ട് ന്യൂ റിലേഷൻ. ആദ്യം എന്ത് ചെയ്യണം? ഇൻസേർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഓപ്പൺ ഓഫീസിൽ ഫസ്റ്റ് ഇൻസേർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് ഓപ്ഷനിൽ നിന്നും ന്യൂ റിലേഷൻ സെലക്ട് ചെയ്യുക. ന്യൂ റിലേഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. റിലേഷൻ ഡിസൈൻ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതാണ് ഈ ഫിഗർ 31. കണ്ടോ, ഫിഗർ 31 നമ്മൾ ഇൻസേർട്ട് ന്യൂ റിലേഷൻ കൊടുത്തപ്പോൾ അതിൻ്റെ ഡിസൈൻ വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിയേ, സെലക്ടിങ് ദ ഓപ്ഷൻസ് ആസ് റിക്വേർഡ്. വേണ്ട, ഫിഗർ 3.2 കണ്ടോ, ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ടിൽ നിന്നും ന്യൂ റിലേഷൻസ് കൊടുത്തപ്പോൾ നമുക്ക് വന്ന ഡിസൈൻ വിൻഡോ കണ്ടോ, റിലേഷൻസിൻ്റെ ഫിഗർ 332. അപ്പോൾ അതിൻ്റെ നോക്കിയാൽ സെലക്ട് ദ ഓപ്ഷൻസ് ആസ് റിക്വേർഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസ് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കുക. ആദ്യം ടേബിൾസ് ഇൻവോൾവ്, ഏത് ടേബിളാണ് ഇൻവോൾവ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ 2 ടേബിളിനെ ആ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേബിൾ ലിസ്റ്റ് വരും. അതിൽ നിന്ന് ടേബിൾസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് EMP എന്ന് പറയുന്ന ടേബിളും കൊടുത്തു. അടുത്ത DEPT എന്ന് പറഞ്ഞ 2 ടേബിൾസ് കൊടുത്തു. ദെൻ അടുത്ത ഫീൽഡ്സ് ഇൻവോൾവ്. അപ്പം ആദ്യം കൊടുത്ത ടേബിൾ എന്താ? EMP. ഫിഗർ 32 എല്ലാവരും ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഫസ്റ്റ് ടേബിൾസ് ഇൻവോൾവ് എന്നുള്ളിടത്ത് 2 ടൈപ്പ് ഡ്രോപ്പ് ഡൗൺ ഉണ്ടായിരുന്നു. 2 ടേബിൾ 2 ഡ്രോപ്പ് ഡൗണിൽ നിന്നും ഓരോ ടേബിൾ നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ അതിൻ്റെ തൊട്ട് താഴെ ഫീൽഡ്സ് ഇൻവോൾവ്. ആ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത ടേബിളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫീൽഡ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത് മെൻഷൻ ചെയ്യുന്നത്. EMP എന്ന് പറയുന്ന ടേബിളിലുള്ള ഫീൽഡ് എന്തൊക്കെയാണ്, DEPT ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിലുള്ള ഫീൽഡ് എന്തൊക്കെയാണ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം അപ്ഡേറ്റ് ഓപ്ഷൻസ്. ദെൻ അപ്ഡേറ്റ് ഓപ്ഷൻസിൽ നോ ആക്ഷൻ, അപ്ഡേറ്റ് കാസ്കേഡ്, സെറ്റ് നള്ള്, സെറ്റ് ഡിഫോൾട്ട്. ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന അപ്ഡേറ്റ് കാസ്കേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ദെൻ ഡിലീറ്റ് ഓപ്ഷൻസിൽ ഡിലീറ്റ് കാസ്കേഡ് എന്നുള്ളത് ഡീഫോൾട്ടായിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷം നോക്കിയേ, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഡ്രാഗ് ദ പ്രൈമറി കീ കോളം ഫ്രം വൺ ടേബിൾ ആൻഡ് ഡ്രോപ്പ് ഇറ്റ് ഓൺ ദ കീ കോളം ഓഫ് അനദർ ടേബിൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ന്യൂ റിലേഷൻസ് എടുത്തു. അതിൻ്റെ അകത്തു നിന്നും എന്ത് വന്നു?
റിലേഷൻ ഡിസൈൻ വിൻഡോ വന്നു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നതാണ് ഡ്രാഗ് ദ പ്രൈമറി കീ കോളം ഫ്രം വൺ ടേബിൾ. ഒരു ടേബിളിൽ നിന്നും പ്രൈമറി കീ കോളത്തിനെ ഡ്രാഗ് ചെയ്യുക. ദെൻ അടുത്ത എന്താ പറയുന്നത്, ആൻഡ് ഡ്രോപ്പ് ഇറ്റ് ഓൺ ദ കീ കോളം ഓഫ് അനദർ ടേബിൾ. എന്നിട്ട് എന്ത് ചെയ്യുക, മറ്റേ ടേബിളിൻ്റെ കീ കോളത്തിൽ അത് ഡ്രോപ്പ് ചെയ്യുക. ആൻഡ് ഡ്രോപ്പ് ഇറ്റ് ഓൺ ദ കീ കോളം ഓഫ് അനദർ ടേബിൾ. വേറൊരു ടേബിളിൻ്റെ കീ കോളത്തിൽ അത് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ കോളത്തിൽ നിന്ന് പ്രൈമറി കീ കോളം ഡ്രാഗ് ചെയ്തിട്ട് രണ്ടാമത്തെ ടേബിളിൽ കീ കോളത്തിൽ അത് ഡ്രോപ്പ് ചെയ്യുക. ദെൻ അടുത്ത് നോക്കിയേ, 1-to-1 റിലേഷൻസ്. 1-to-1 റിലേഷൻഷിപ്പ് നോക്കിയേ. ഇൻ ദിസ് റിലേഷൻഷിപ്പ് ബോത്ത് ദ ടേബിൾസ് മസ്റ്റ് ഹാവ് പ്രൈമറി കീ കോളംസ്. 1-to-1 റിലേഷൻഷിപ്സ്, അതായത് രണ്ട് ടേബിൾസ് 1-to-1 റിലേഷൻഷിപ്സ് ആണ് എടുക്കുന്നതെങ്കിൽ എന്തുണ്ടായിരിക്കണം, രണ്ട് ടേബിൾസിലും തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കണം, പ്രൈമറി കീ കോളംസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ടേബിൾ 1-ലും പ്രൈമറി കീ കോളം ഉണ്ടായിരിക്കണം, ടേബിൾ 2-ലും പ്രൈമറി കീ കോളം ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ, ഇൻ ദ ഗിവൺ ടേബിൾസ് EMP ആൻഡ് DEPT, എംപ്ലോയി ID ഇൻ EMP ടേബിൾ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ID ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ടേബിൾ ആർ ദ പ്രൈമറി കീസ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ വന്നേക്കാണ്. ഫിഗർ 33-ൽ രണ്ട് ടേബിളുണ്ട്, രണ്ട് ടേബിളിലും പ്രൈമറി കീ കോളംസ് ഉണ്ട്. EMP എന്ന് പറയുന്ന ടേബിളിൽ EMP ID, എംപ്ലോയി ID എന്നുള്ളതാണ് അവരുടെ പ്രൈമറി കീ. ദെൻ DEPT, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ID എന്നുള്ളതാണ് അവരുടെ പ്രൈമറി കീ. അപ്പോൾ 1-to-1 റിലേഷൻഷിപ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് മസ്റ്റ് ഹാവ് പ്രൈമറി കീ കോളംസ് ഇൻ ബോത്ത് ദ ടേബിൾസ്. രണ്ട് ടേബിൾസിലും എന്തുണ്ടായിരിക്കണം, പ്രൈമറി കീ കോളംസ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയല്ലോ? ദെൻ ഇനി 1-to-1 റിലേഷൻഷിപ്പ് മനസ്സിലായല്ലോ. 1-to-1 റിലേഷൻഷിപ്സ് ആണെങ്കിൽ റിലേറ്റ് ചെയ്യുന്ന രണ്ട് ടേബിളിലും സെപ്പറേറ്റ് പ്രൈമറി കീ കോളം ഉണ്ടായിരിക്കണം. ദെൻ ഇത് നോക്കിക്കേ, അടുത്ത 1-to-many റിലേഷൻഷിപ്സ്. 1-to-many റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ദിസ് റിലേഷൻഷിപ്പ് വൺ ഓഫ് ദ ടേബിൾ മസ്റ്റ് ഹാവ് പ്രൈമറി കീ കോളം. ഏതെങ്കിലും ഒരു ടേബിളിന് പ്രൈമറി കീ കോളം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പഠിച്ച 1-to-1, അതിൻ്റെ അകത്ത് ബോത്ത് ദ ടേബിൾസ്, രണ്ട് ടേബിൾസിലും എന്തുണ്ടാവണം, മസ്റ്റ് ഹാവ് പ്രൈമറി കീ കോളംസ് ഉണ്ടായിരിക്കണം. എന്നാൽ സെക്കൻഡ് ടൈപ്സിൽ 1-to-many റിലേഷൻഷിപ്സിൽ എനി വൺ ഓഫ് ദ ടേബിൾ ക്യാൻ ഹാവ് ദ പ്രൈമറി കീ കോളം. ഏതെങ്കിലും ഒരു ടേബിളിന് എന്തുണ്ടായിരിക്കണം, പ്രൈമറി കീ കോളംസ് ഉണ്ടായിരിക്കണം. Then its significance that one column of primary key table is associated with all the columns of associated tables. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ടേബിളിലെ പ്രൈമറി കീ കോളംസ് മറ്റേ ടേബിളിലെ എല്ലാ കോളവുമായിട്ടും അസോസിയേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ എംപ്ലോയി IDയിൽ എംപ്ലോയ് എന്ന് പറയുന്ന ടേബിൾ, ദാറ്റ് ഈസ് EMP എന്ന് പറയുന്ന ടേബിളിൽ EMP ID ആണ് പ്രൈമറി കീ എങ്കിൽ ആ EMP ID എന്ന് പറയുന്ന പ്രൈമറി കീ കോളം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ എല്ലാ ഫീൽഡുമായിട്ടും അസോസിയേറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് അതിൻ്റെ അർത്ഥം. 1-to-many. ഫസ്റ്റ് ടേബിളിലെ ഒരു കോളത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രൈമറി കീ കോളത്തിൽ നിന്നും മറ്റേ ടേബിളിൻ്റെ എല്ലാ കോളവുമായിട്ടും അതിന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ അതെന്താണ്, 1-to-many റിലേഷൻഷിപ്സ്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ഗിവൺ ടേബിൾ EMP ആൻഡ് DEPT EMP ID ഇൻ EMP ടേബിൾ ഇസ് ദ പ്രൈമറി കീ അല്ലേ. അത് ഞാനിപ്പോൾ മെൻഷൻ ചെയ്തതാണ്. എംപ്ലോയി, അതായത് EMP എന്ന് പറയുന്ന ടേബിളിൽ EMP ID ആയിരുന്നു പ്രൈമറി കീ കോളം. ദെൻ അത് മറ്റേ കോളത്തിൽ മറ്റേ ടേബിളിലെ എല്ലാ കോളവുമായിട്ടും ഫസ്റ്റ് ടേബിളിലെ പ്രൈമറി കീ കോളം അസോസിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് 1-to-many റിലേഷൻഷിപ്സ് ആവുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്, many-to-many റിലേഷൻഷിപ്പ്. എന്താണ് many-to-many റിലേഷൻഷിപ്പ്? അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻ ദിസ് റിലേഷൻഷിപ്പ് നോ ടേബിൾ ഹാസ് ദ പ്രൈമറി കീ കോളം. ഇൻ ദിസ് റിലേഷൻഷിപ്പ് നോ ടേബിൾ ഹാസ് ദ പ്രൈമറി കീ കോളം. ഈ റിലേഷൻഷിപ്പിൽ ഒരു ടേബിളിനും പ്രൈമറി കീ കോളത്തിൻ്റെ ആവശ്യമില്ല. many-to-many റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ടേബിളിലെ ഏത് കോളത്തിനും ഇപ്പുറത്തെ കോളത്തിലെ ഏത് ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്യാം. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്ട്രിക്ഷൻസ് ഇല്ല. 1-to-1 ആണെങ്കിൽ എന്തേ പറ്റുള്ളൂ, റിലേറ്റ് ചെയ്യുന്ന രണ്ട് ടേബിളിലും സെപ്പറേറ്റ് പ്രൈമറി കീ കോളം ഉണ്ടായിരിക്കണം. അവർ തമ്മിലായിരിക്കും റിലേറ്റ് ചെയ്യുന്നത്.
ദെൻ വൺ ടു മെനിക്കകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഏതെങ്കിലും ഒരു ടേബിളിൽ നിന്ന് പ്രൈമറി കീ ഉണ്ടായിരിക്കണം, അടുത്ത ടേബിളിലെ എല്ലാ കോളവുമായിട്ടും ആ പ്രൈമറി കീ കോളം അസോസിയേറ്റ് ചെയ്യാൻ പറ്റണം. ദെൻ മെനി ടു മെനി റിലേഷൻഷിപ്സിൽ പറയുന്നത് എന്താണ്, നോ ടേബിൾ ഹാസ് ദ പ്രൈമറി കീ കോളം. ഒരു ടേബിളിനും പ്രൈമറി കീ കോളം ആവശ്യമില്ല. ഇറ്റ് സിഗ്നിഫിക്കൻസ് ദാറ്റ് ഓൾ ദ കോളംസ് ഓഫ് പ്രൈമറി കീ ടേബിൾ ആർ അസോസിയേറ്റഡ് വിത്ത് ഓൾ ദ കോളംസ് ഓഫ് അസോസിയേറ്റഡ് ടേബിൾ. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓൾ ദ കോളംസ് ഓഫ് പ്രൈമറി കീ ടേബിളിലെ എല്ലാ കോളംസും അസോസിയേറ്റ് ചെയ്യുന്ന ടേബിളിലെ എല്ലാ കോളവുമായിട്ടും എന്ത് ചെയ്യണം, അസോസിയേറ്റ് ചെയ്തിരിക്കണം. അതാണ് മെനി ടു മെനി റിലേഷൻഷിപ്സ്. അപ്പം 3 ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്സ് പഠിച്ചു. 1 to 1 റിലേഷൻഷിപ്സ്, 1 to many റിലേഷൻഷിപ്സ്, ദെൻ മെനി ടു മെനി റിലേഷൻഷിപ്സ്. ദെൻ അടുത്ത് നോക്കി, റിമൂവ് ദ റിലേഷൻഷിപ്സ്. ഇനി ഈ റിലേഷൻഷിപ്സ് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത് നോക്കിയേ. ദ റിലേഷൻഷിപ്സ് അപ്ലൈഡ് ഓൺ ദ ടേബിൾസ് ക്യാൻ ബി റിമൂവ്ഡ് ഓൾസോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിലീറ്റ് ഓപ്ഷൻസ്. ഒരു ടേബിളിൽ റിലേഷൻഷിപ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാം. എന്തിൻ്റെ സഹായത്തോടെ, ഡിലീറ്റ് ഓപ്ഷൻ്റെ ഹെൽപ്പോട് കൂടി നമുക്കത് റിമൂവ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, റൈറ്റ് ക്ലിക്ക് ഓൺ ദ റിലേഷൻഷിപ്പ് ത്രെഡ്. അതായത് ഫസ്റ്റ് 2 ടേബിൾ ഉണ്ടല്ലോ, ആ 2 ടേബിളും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഒരു വര കണ്ടില്ലേ നിങ്ങൾ ഓരോ ഫിഗറിലും, അതാണ് ത്രെഡ്, റിലേഷൻഷിപ്പ് ത്രെഡ്. ആ റിലേഷൻഷിപ്പ് ത്രെഡിൽ കൊണ്ടുവന്ന് മൗസ് പോയിന്റർ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡിലീറ്റ്, എഡിറ്റ് എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻസ് വരും. അതിൽ ഡിലീറ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, റിലേഷൻഷിപ്സ് റിമൂവ് ആയി പൊക്കോളും. മനസ്സിലായോ? അപ്പോൾ റിമൂവ് ദ റിലേഷൻഷിപ്സിൻ്റെ അത് എന്താ പറയുന്നത്, ദ റിലേഷൻഷിപ്സ് അപ്ലൈഡ് ഓൺ ദ ടേബിൾസ് ക്യാൻ ബി റിമൂവ്ഡ് ഓൾസോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിലീറ്റ് ഓപ്ഷൻസ്. ഡിലീറ്റ് ഓപ്ഷൻസിൻ്റെ ഹെൽപ്പോട് കൂടി റിലേഷൻഷിപ്സ്, ആ ടേബിളിലെ റിലേഷൻഷിപ്സ്, അപ്ലൈ ചെയ്തിരിക്കുന്ന റിലേഷൻഷിപ്സ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ദെൻ അടുത്ത എന്താണ്, റിട്രൈവ് ഡേറ്റ യൂസിങ് ക്വറി. ക്വറി യൂസ് ചെയ്ത് ഡേറ്റ എങ്ങനെ നമുക്ക് റിട്രൈവ് ചെയ്യാം എന്നുള്ളത് 4th സെക്ഷനെ. നോക്കിക്കേ, ഇതിൻ്റെ റിലവൻറ്റ് നോളജ് ജസ്റ്റ് നോക്കിയേ. ഹാവിങ് ക്രിയേറ്റഡ് ദ ടേബിൾസ് ആൻഡ് എൻറ്ററിങ് ഡേറ്റ ഇൻ ടു ദം, നൗ യു വാണ്ട് ടു എക്സ്ട്രാക്ട് സം ഇൻഫോർമേഷൻസ്. ദാറ്റ്സ് വെൻ യു ക്വറി ദ ഡേറ്റാബേസ്. ആസ് ദ നെയിം സജസ്റ്റ്, query is to collect specific informations from the pool of data. A query helps us join informations from different tables and filter that informations. Query നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, ജോയിൻ ഇൻഫോർമേഷൻസ് ഫ്രം ഡിഫറെൻറ്റ് ടേബിൾസ്. ഡിഫറെൻറ്റ് ടേബിളിൽ നിന്ന് ഇൻഫോർമേഷൻസിനെ ജോയിൻ ചെയ്യാനും അതേപോലെ തന്നെ ഇൻഫോർമേഷൻസിനെ ഫിൽറ്റർ ചെയ്തെടുക്കാനും ക്വറി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then filtering means that the query uses criteria you provide to hide some data and present only what you want to see. ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് എന്താണ് വേണ്ടത് അത് ഫിൽറ്റർ ചെയ്തെടുക്കുക, ആ ഒരു മീനിങ്ങേ വരുന്നുള്ളൂ കേട്ടോ. അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ദെൻ നോക്കിക്കേ, ക്വറി ക്രിയേഷൻ യൂസിങ് വിസാഡ്. വിസാഡ് യൂസ് ചെയ്ത് എങ്ങനെ ക്വറി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ഓഫീസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ടേബിൾസ്, സെക്കൻഡ് വൺ ക്വരീസ്, തേർഡ് വൺ ഫോംസ് ആൻഡ് ഫോർത്ത് വൺ റിപ്പോർട്ട്സ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പം ക്വറി ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ക്വറി എന്ന് പറയുന്ന ലെഫ്റ്റ് ഫിഗർ 37 എല്ലാവരും നോക്കിക്കേ, അതിൽ ക്വറി എന്ന് പറയുന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ദെൻ ക്വറി സെലക്ട് ചെയ്ത് കഴിയുമ്പം ഇവിടെ എന്താ പഠിക്കാനുള്ളത്, വിസാഡ് യൂസ് ചെയ്ത് എങ്ങനെ ക്വറി ക്രിയേറ്റ് ചെയ്യാം എന്നല്ലേ. അപ്പോൾ ഏത് ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യണം, യൂസ് വിസാഡ് ടു ക്രിയേറ്റ് ക്വറി. ക്വറി ക്രിയേറ്റ് ചെയ്യാൻ യൂസ് വിസാഡ് എന്ന് പറയുന്ന സെക്ഷൻ വേണം അല്ലേ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ ആ ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഏതാ സെക്കൻഡ് ഓപ്ഷൻസ്, ടേബിൾസിൽ സെക്കൻഡ് ഓപ്ഷൻസ് കണ്ടോ, ക്രിയേറ്റ് ക്വറി ഇൻ ഡിസൈൻ വ്യൂ, യൂസ് വിസാഡ് ടു ക്രിയേറ്റ് ക്വറി, ക്രിയേറ്റ് ക്വറി ഇൻ SQL വ്യൂ. അപ്പോൾ അതിൽ ഏതാ എടുക്കേണ്ടത്, വിസാഡ് യൂസ് ചെയ്തിട്ടാണ് ക്വറി ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ യൂസ് വിസാഡ് ടു ക്രിയേറ്റ് ക്വറി. ക്വറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വിസാഡ് യൂസ് ചെയ്യുക. ദെൻ ആ സ്റ്റെപ്പ് എടുക്കുക. അപ്പോൾ അതെടുത്ത് കഴിയുമ്പോൾ ഫിഗർ 38 കാണുന്നത് പോലൊരു ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും അല്ലേ, ക്വറി വിസാഡ് ഓപ്പൺ ആയിട്ട് വരും. വിസാഡ് യൂസ് ചെയ്തല്ലേ ക്വറി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫിഗർ 32 നമ്മൾ കാണുന്ന പോലെ ഒരു സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ. ദെൻ അതിൻ്റെ അകത്ത് സ്റ്റെപ്സ് ഉണ്ട്, ഫീൽഡ് സെലക്ഷൻ, സോർട്ടിംഗ് ഓർഡർ, സെർച്ച് കണ്ടീഷൻ, ഡീറ്റെയിൽസ് ഓഫ് സമ്മറി, അങ്ങനെ സ്റ്റെപ്സും ഉണ്ട്. ആ സെലക്ട് ചെയ്യുന്ന സ്റ്റെപ്സിനനുസരിച്ച് റൈറ്റ് സൈഡിൽ അതിൻ്റെ സെറ്റിങ്സ് ചേഞ്ചസും ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കിക്കേ,
ദെൻ അവരാദ്യം പറഞ്ഞേക്കുന്ന അവൈലബിൾ ഫീൽഡ്സ് ഒരു ടേബിൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫീൽഡ് സെലക്ഷൻ, ഏത് ഫീൽഡാണ് സെലക്ട് ചെയ്യാനുള്ളത് അത് നമ്മൾ ഫീൽഡ് സെലക്ഷൻ എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് സൈഡിൽ അതിൻ്റെ സെറ്റിങ്സ് വന്നു. ഏത് ടേബിളാണ് സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ടേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ആ ടേബിൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഏതൊക്കെ ഫീൽഡ്സ് ഉണ്ടോ അത്രയും ഫീൽഡുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ഫീൽഡ്സിൽ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കും. ദെൻ അതിൽ നിന്ന് നമുക്ക് വേണ്ട ഫീൽഡ് എടുക്കുക, ആഡ് ചെയ്യുന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലേ. ദെൻ അതിന് ശേഷം ഫിനിഷ് ബട്ടൺ കൊടുക്കുക, ആഡൊക്കെ ചെയ്ത് കഴിയുമ്പോൾ. ഇപ്പോൾ ഫിനിഷ് ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വേണ്ട ടേബിൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രിയേറ്റ് ടേബിൾ 1 എന്നൊരു ടേബിളാണ് നമ്മൾ സെലക്ട് ചെയ്തേ. ആ ടേബിളിൽ 10 ഫീൽഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് 10 കോളം ഫീൽഡ് ഉണ്ട്. പക്ഷെ നമുക്കതിൽ നിന്നൊരു 5 ഫീൽഡ് മതിയായിരുന്നു. സോ നമ്മൾ ആ വേണ്ട 5 ഫീൽഡ് മാത്രം സെലക്ട് ചെയ്തു. അപ്പോൾ ഡിസ്പ്ലേ വരുമ്പോൾ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്ര ഫീൽഡേ വരുള്ളൂ? 5 ഫീൽഡേ വരുള്ളൂ. കാരണം ആ ടേബിളിൽ നമ്മൾ സെലക്ട് ചെയ്ത ഫീൽഡ് എത്ര? 5 അല്ലേ. ടോട്ടൽ 10 ഫീൽഡ്സ് ഉള്ളതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത് ഏതൊക്കെ 5 ആണോ ആ 5 ആയിരിക്കും ഡിസ്പ്ലേ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഇത് കാണിച്ചേക്കുന്നത് കേട്ടോ. ഫിഗർ 39 കാണിച്ചേക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഏത് ടേബിളാണോ നമ്മൾ വിസാർഡ് യൂസ് ചെയ്തിട്ടാണ് ക്വറി ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പം ക്വറി വിസാർഡിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടേബിളിൻ്റെ അണ്ടറിലുള്ള കോളംസ് അപ്പോൾ വരും. അത് ഏതൊക്കെ കോളംസ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനലി ഫിനിഷ് ബട്ടൺ കൊടുക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത അനുസരിച്ചുള്ള ടേബിൾ ഇവിടെ ക്രിയേറ്റഡ് ആയിട്ട് വരും. ദാറ്റ് ഈസ് ഫിഗർ 39. കണ്ടോ? ദെൻ അടുത്ത എന്താ? ക്രിയേഷൻ ഓഫ് ക്വറി യൂസിങ് ഡിസൈൻ വ്യൂ യൂസ് ചെയ്തിട്ടുള്ള ക്വറി ക്രിയേഷൻസ്. അപ്പോൾ നോക്കിയേ, ഫോർ RDBMS പറഞ്ഞാൽ എന്താ? റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലേ. സം RDBMS പ്രൊവൈഡ് എ ഗ്രാഫിക്കൽ means to create queries, but most RDBMS do not do so. That's why you use SQL, അതായത് pronounced as SQL അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണഗതി പറയുന്നത് SQL എന്നാണ്. ഓർ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഓക്കെ, പ്രൊനൗൺസ് ചെയ്യുന്നത് SQL അങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ ഫുൾ നെയിം S മീൻസ് സ്ട്രക്ചേർഡ്, Q മീൻസ് ക്വറി ആൻഡ് L മീൻസ് ലാംഗ്വേജ്. അപ്പോൾ SQL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Structured Query Language. Okay, then query languages are computer languages used to make queries into database and information system. ക്വറി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കമ്പ്യൂട്ടർ ലാംഗ്വേജ് തന്നെയാണ്. അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ടു മേക്ക് ക്വരീസ് ഇൻ ടു ദ ഡേറ്റാബേസിലേക്ക് ക്വരീസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്വറി ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, queries are commands that are used to define the data structure and also to manipulate the data in database. Queries എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ കമാൻഡ്, ഒരു കമൻറ്റ് ആണ്. അത് എന്ത് ഡിഫൈൻ ചെയ്യുന്നു? ദാറ്റ് ആർ യൂസ്ഡ് ടു ഡിഫൈൻ ദ ഡേറ്റ സ്ട്രക്ചർ, നമ്മുടെ ഡേറ്റയുടെ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് ഓൾസോ ടു മാനിപ്പുലേറ്റ് ദ ഡേറ്റ ഇൻ ദ ഡേറ്റാബേസിലെ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ദെൻ അടുത്ത് എന്താ പറയുന്നത്? എ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. സെലക്ട് എന്ന് പറഞ്ഞത് ക്യാപ്സ് ആണ് കേട്ടോ. ക്യാപ്സിലാണ് സെലക്ട് കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, എ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് റിട്രൈവ്സ് 0 or more rows from one or more database tables or database views. In most applications, select is the most commonly used data manipulation language command. അതായത് സെലക്ട് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വേർഡാണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, DMLൻ്റെ ഫുൾ ഫോം എന്താണ്? ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഓക്കെ, ദെൻ നോക്കിയേ, ദ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് മെനി ഓപ്ഷണൽ ക്ലോസ്. സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിന് പല ഓപ്ഷണൽ ക്ലോസസ് ഉണ്ട്. ഫസ്റ്റ് വെയർ, ഓർഡേർഡ് ബൈ, അങ്ങനെ പല സെക്ഷനാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ചില കാര്യങ്ങൾ നമ്മൾ എക്സാമ്പിൾസൂടെ വരുമ്പോഴേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുകയുള്ളൂ. ഇപ്പോൾ സെലക്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു ടേബിൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോളം സെലക്ട് ചെയ്യുക, അപ്പോഴൊക്കെയാണ് സെലക്ട് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ വരുന്നതാണ് വെയർ എന്ന് പറഞ്ഞാൽ സ്പെസിഫൈസ് വിച്ച് റോസ് ടു റിട്രൈവ്. വെയർ കൊടുക്കുന്നത് എവിടെയാണ്? ഏത് റോയാണ് നമ്മൾ റിട്രൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സ്പെസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്പെസിഫൈസ് വിച്ച് റോസ് ടു റിട്രൈവ്, അതാണ് വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓർഡർ ബൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെസിഫൈസ് ആൻ ഓർഡർ ഇൻ വിച്ച് ടു റിട്ടേൺ ദ റോസ്.
എന്താണ് ഓർഡർ ബൈ ഉദ്ദേശിക്കുന്നത്? എന്താണ്? സ്പെസിഫൈസ് ആൻ ഓർഡർ ഇൻ വിച്ച് ടു റിട്ടേൺ ദ റോസ് റിട്ടേൺ ചെയ്യുമ്പോൾ ഏത് ഓർഡർ വൈസ് ആണ്, അങ്ങനെയുള്ള രീതിയിൽ വരുന്നതാണ് ഓർഡർ ബൈ. ദെൻ നോക്കിക്കേ, ടു റിട്രൈവ് ഓൾ ദ കോളംസ് ഇൻ എ ടേബിൾ, ഒരു ടേബിളിലെ എല്ലാ കോളംസും നമുക്ക് റിട്രൈവ് ചെയ്ത് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ SQL ലാംഗ്വേജ് നമ്മൾ എന്ത് കൊടുക്കും? സെലക്ട് സ്റ്റാർ ഫ്രം, പിന്നെ നമ്മുടെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉണ്ടല്ലോ, ദാറ്റ് സിമ്പിളിൻ്റെ ഉള്ളിൽ, അതായത് ഫസ്റ്റ് ലെസ് ദാൻ എന്നല്ല നമ്മൾ IT നെയിമിൽ പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, ആ സിമ്പിൾ മനസ്സിലാവാൻ വേണ്ടി മിസ്സ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പല മിസ്സ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ IT പറയുമെന്ന് പറയും, അങ്ങനെയല്ല, ജസ്റ്റ് ആ സിമ്പിൾ മനസ്സിലാക്കാൻ പറഞ്ഞു എന്നുള്ളത് കേട്ടോ. അപ്പം ഒരു ടേബിളിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഷോ ചെയ്ത് കാണണം. ഇപ്പം നിങ്ങൾ കസ്റ്റമർ എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ആ ടേബിളിനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഷോ അപ്പ് ചെയ്ത് കാണണം. അപ്പോൾ അതിന് കൊടുക്കേണ്ട ക്വരി എന്താണ്? സെലക്ട് സ്റ്റാർ ഫ്രം, ദെൻ ആ ബ്രാക്കറ്റ്സിൻ്റെ അത്, ബ്രാക്കറ്റ്സ് അല്ല, ആ ഗ്രേറ്റർ ലെസ് ദാൻ സിമ്പിളിൻ്റെ അകത്ത് ടേബിൾ നെയിം, ഏത് ടേബിൾ നെയിം ആണോ ആ ടേബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിള് അവിടെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഒരു ടേബിൾ നമുക്ക് ഓപ്പൺ ചെയ്യണം, അങ്ങനെയൊക്കെ വരുന്ന കേസസിലാണ് എന്ത് യൂസ് ചെയ്യണം? ആ ഫോമാറ്റ് എങ്ങനെയാണ്? സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം, ഓർത്തോണം. അതിന് ശേഷം സെമി കോളൻ കൊടുക്കണം. ഓക്കെ, സെമി കോളൻ ഒന്നും കൊടുത്തില്ല നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. അപ്പോൾ ഒരു ടേബിൾ റിട്രൈവ് ചെയ്തെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വേണം? സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ഇൻ ഓർഡർ ടു എക്സിക്യൂട്ട് ക്വരീസ്, ക്ലിക്ക് ഓൺ ദ ക്വരീസ് ഓപ്ഷൻസ് available on the left side under the database sections. Click create query in SQL view as shown in below. ഇനി അതുപോലെ തന്നെ ക്വരീസ് എക്സിക്യൂട്ട് ചെയ്യുക, അതിനുശേഷം ഇത് കൊടുത്തതിന് ശേഷം ക്വരീസ് എക്സിക്യൂട്ട് ചെയ്യണം കേട്ടോ. ക്വരി ഓപ്ഷനിൽ നിന്നും ക്വരീസ് എക്സിക്യൂട്ട് ചെയ്യണം. അത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അവിടെ എക്സിക്യൂട്ട് എന്ന് പറഞ്ഞ് കാണിക്കും, അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ദെൻ അതിനുശേഷം അടുത്ത ക്രിയേറ്റ് ക്വരി ഇൻ SQL വ്യൂ, SQL വ്യൂവിലാണ് ക്വരി ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ തേർഡ് സ്റ്റെപ്സ് കൊടുക്കുക. നമ്മൾ നേരത്തെ ക്വറി സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 3 ടാസ്ക് ആയിരുന്നു. ഒന്ന് ക്രിയേറ്റ് ക്വറി ഇൻ ഡിസൈൻ വ്യൂ, ഒന്ന് യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി, തേർഡ് വൺ ക്രിയേറ്റ് ക്വറി ഇൻ SQL. അപ്പോൾ SQL വ്യൂവിലാണ് ക്വറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏത് സെലക്ട് ചെയ്യണം? ക്രിയേറ്റ് ക്വറി ഇൻ SQL വ്യൂ. ദെൻ എ വിൻഡോ അപ്പിയേഴ്സ് സിമിലർ ടു ദ വൺ ഡിസ്പ്ലേഡ് ബിലോ. അപ്പം SQL വ്യൂവിലാണ് ക്വറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഫിഗർ 41 കാണുന്ന പോലെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ദെൻ അതിന് ശേഷം യു ക്യാൻ ടൈപ്പ് ദ ക്വറി ഇൻ ദ എബവ് വിൻഡോ ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ് ബൈ using the F5 functions key or by clicking the icon in the window. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പം SQL വ്യൂവിലാണ് ക്വറി ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫിഗർ 41 കാണുന്ന പോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ പ്ലെയിനായിട്ട് കാണുന്ന പ്ലേസസിൽ നമ്മുടെ SQL കമാൻഡ് കൊടുക്കുക. ഇപ്പോൾ ഒരു ടേബിളിലെ മുമ്പ് കണ്ടില്ലേ, ഒരു ടേബിൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം, അത് കൊടുക്കുന്നത് ടേബിൾ നെയിം കൊടുക്കുന്നത് ലെസ് ദാൻ സിമ്പിളിനും ഗ്രേറ്റർ ദാൻ സിമ്പിളിനും ഇടയ്ക്ക്. ദെൻ ആ സെൻറ്റൻസിന് ശേഷം നമ്മൾ സെമി കോളൻ ഇട്ട് അത് ക്ലോസ് ചെയ്യണം അല്ലേ. ആ കമൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ അതേപോലത്തെ കമൻറ്റുകളാണ് ഇവിടെ നമ്മൾ ബ്ലാങ്ക് പേജിൽ കൊടുക്കുന്നത്. ദെൻ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ F5 എന്ന് പറയുന്ന ഫങ്ഷൻ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഐക്കൺ കണ്ടോ, എക്സിക്യൂട്ടിൻ്റെ ഐക്കൺ കണ്ടോ, മിസ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, അതായത് ഒരു പേപ്പറിൻ്റെ മുകളിൽ അടുത്ത പേപ്പർ വെച്ചിട്ട് ഒരു ഗ്രീൻ കളർ ടിക്ക്, ആ ഐക്കണാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഐക്കൺ കേട്ടോ, അത് മറന്നു പോവല്ലേ. ഏകദേശം മിഡിൽ പോർഷന്, മിഡിൽ റൈറ്റ് എന്ന് പറയും, മിഡിലിൻ്റെ തൊട്ട് റൈറ്റ് കിടക്കുന്നതാണ് എക്സിക്യൂട്ട്. ഒന്ന് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? കമാൻഡ് കൊടുക്കണം. അതിനുശേഷം ഒന്നെങ്കിൽ F5 എന്ന് പറയുന്ന ഫങ്ഷൻ കീ കൊടുത്താൽ മതി, എക്സിക്യൂട്ട് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ആവും. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു ഡിസ്പ്ലേ ഓൾ ദ ഡേറ്റ ഇൻ ദ ടേബിൾ ദാറ്റ് യു ക്രിയേറ്റഡ് ഇൻ ദ ഏർലി സെക്ഷൻ, നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടേബിളിലെ എല്ലാ ഡേറ്റയും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണണം.
അങ്ങനെയാണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുക്കണ്ടേ? സെലക്ട് സ്റ്റാർ ഫ്രം, കണ്ടോ ടേബിൾ നെയിം കൊടുത്തേക്കുന്നുണ്ടോ? മുമ്പേ ടേബിൾ നെയിം സിമ്പിളിൻ്റെ അകത്ത് നമുക്ക് അത് അവിടെ ടേബിൾ നെയിം ആണ് എന്ന് മെൻഷൻ ചെയ്യാനാണ് അത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഡയറക്റ്റ് ടേബിൾ നെയിം ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് കൊടുത്താൽ മതി? സെലക്ട് സ്റ്റാർ ഫ്രം ആ ടേബിളിൻ്റെ നെയിം എന്താണോ അത്. ഇപ്പോൾ ഇവിടെ എസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ടേബിളായിരുന്നു. സോ ആ പേര് കൊടുത്തു, ദെൻ സെമിക്കോളൻ. അപ്പോൾ ഈ രീതിയിലാണ് കമൻറ്റ് എഴുതുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഒരു ടേബിൾ ഡിസ്പ്ലേ ചെയ്ത് കാണണം. ഒരു ടേബിളിലെ എല്ലാ കോളംസിൻ്റെ ഡേറ്റയും അതേപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണണം. അല്ലെങ്കിൽ SQL ക്വറി ഉപയോഗിച്ച് നമുക്ക് കാണണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ക്വരീസിൽ ക്രിയേറ്റിംഗ് ക്വറി യൂസിങ് SQL വ്യൂ അത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മൾ കാണിച്ച പോലെ ഒരു ബ്ലാങ്ക് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ വിൻഡോയിൽ നമ്മുടെ കമാൻഡ് കൊടുക്കുക, ലൈക്ക് സെലക്ട് സ്റ്റാർ ഫ്രം എസ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം ഡോട്ട് സെമിക്കോളൻ കൊടുക്കുക. ദെൻ അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ F5 എന്ന് പറയുന്ന ഫങ്ഷൻ കീ യൂസ് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഏത് യൂസ് ചെയ്തിട്ടാ ചെയ്യാൻ പറഞ്ഞേ? എക്സിക്യൂട്ട് ഐക്കൺ യൂസ് ചെയ്തിട്ട് കേട്ടോ. അപ്പം നമ്മൾ കൊടുത്ത ടേബിളിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. കണ്ടോ, സെലക്ട് സ്റ്റാർ ഫ്രം എസ് ഡീറ്റെയിൽസ് എക്സിക്യൂട്ട് ചെയ്തപ്പം ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കണ്ടേക്കുന്ന കണ്ടോ? ഓക്കെ, ദെൻ ഇനി അടുത്ത ടോപ്പിക്ക്. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത ക്ലാസ്സിടാം കേട്ടോ.